ഞാൻ കൊടി കാണിക്കാതെ ട്രെയിൻ പോയാ? ഞാൻ കൊടി കാണിക്കാതെ ട്രെയിൻ പോയാ? ട്രെയിൻ പോയതല്ല, ഞാൻ കരഞ്ഞാണ്. നീ ആര്? ഞാൻ രാമേന്ദ്രൻ പിള്ള. അട്ടി എടാ, മുടിക്ക് രോമാഞ്ചം അടിക്കാനാ നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ ഇല്ലാണ്ടാവണോ? നിനക്ക് നെല്ലുണ്ടാവണമെങ്കിൽ നീ പാടത്ത് വിത്ത് വിളക്കണം, അല്ലാതെ എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ട് കാര്യം വല്ലതും ഉണ്ടോ? അയ്യോ അതല്ല പറഞ്ഞു, എനിക്ക് ചാവണോ? ചായ വേണമെങ്കിൽ വീട്ടിൽ പോടാ ചെറുക്ക. അയ്യോ അതല്ല മനുഷ്യ, എനിക്ക് ആത്മഹത്യ ചെയ്യണോ? നീ എന്തോ നീ പറയുന്നത്? സുനിയുടെ സൈഡാ എന്നുവെച്ചാ മറ്റേ ആത്മഹത്യാ ശ്രമം. അയ്യോ സൂയിസൈഡ്. നീ എന്തിനാണ് ഈ ആത്മഹത്യ ചെയ്യാൻ പോണത്? എന്റെ ഭാര്യ എന്നെ അടിച്ചു കേട്ടാ. അയ്യോ അത് മോശോടെ. ഒരു ഭാര്യ ഭർത്താവിനെ കൈനീട്ടി അടിക്കാന്ന് പറഞ്ഞാൽ അത് മോശമായിട്ടുള്ള കാര്യമാണ്. നീ ഭാര്യ ഉപദ്രവിച്ചോ? രാമേന്ദ്രൻ പിള്ള ഇന്നേവരെ അവളെ തൊട്ടിട്ടില്ല. നീ കുട്ടികളെ ഉപദ്രവിച്ചോ? രാമേന്ദ്രൻ പിള്ള ഇന്നേവരെ കുട്ടികളെ തൊട്ടിട്ടില്ല. നീ വെള്ളം അടിച്ച് ബഹളം ഉണ്ടാക്കിയോ? രാമേന്ദ്രൻ പിള്ള ഇന്നേവരെ മദ്യം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ഈ മീശം വെച്ചോണ്ട് പറയാൻ പറ്റിയ പേരാട്ടോ രാമേന്ദ്രൻ പിള്ള. കറക്റ്റ്. അതിരിക്കട്ടെ, എന്തിനാണ് നിന്റെ ഭാര്യ നിന്നെ തല്ലിയത്? സാറേ, അത് ഒരു അന്യ പുരുഷന്റെ മുഖത്ത് നോക്കി എനിക്ക് പറയാൻ പറ്റൂല. രാമേന്ദ്രൻ പിള്ളേ, കരയല്ലേ. ഇനി കരഞ്ഞ് കണ്ണീര് വീണ ആ മീശ എങ്ങാനും വളർന്നു കഴിഞ്ഞാൽ നിന്റെ ഫിഗർ പോകും. കരയല്ലേ കരയല്ലേ, വിഷമം കടിച്ചമർത്ത്. രാമേന്ദ്രൻ പിള്ളേ, രാമേന്ദ്രൻ പിള്ളേ, കാര്യം പറ. അത് കൊച്ചിന് കൊടുക്കാൻ പറ്റുന്ന കൂരമെടുത്ത് ഞാൻ കുടിച്ചത് പറഞ്ഞ എന്നെ അടിച്ചു സാറേ. നോക്കണത് മെറ്റിലെടുത്ത് അറിഞ്ഞു കൊല്ലണമായിരുന്നു. കൊച്ചിനെ കുടിച്ച കൂരപ്പൊടി എടുത്ത് തിന്നിട്ട് കിടന്ന് മോങ്ങണാടാ. ഇപ്പൊ നീ അവിടെ പോയതിനു ശേഷം നിന്റെ ഭാര്യ നിന്നെ ഇറക്കി വിട്ടു. ഇപ്പൊ നീ ആരുടെ കൂടെയാണ് താമസം? ഞാൻ കൂട്ടുകാരന്റെ കൂടെയാണ് താമസം. ഏത് കൂട്ടുകാരൻ? പോൾ കെ ജോൺ. ഈ പുളുക്കൻ ജോൺ എന്ത് ചെയ്യുന്നു? പുളുക്കൻ ജോൺ അല്ല, പോൾ കെ ജോൺ. അത് ആരെങ്കിലും ആയിക്കോട്ടെ. അതിരിക്കട്ടെ, നിന്റെ ഭാര്യ ആളെങ്ങനെയാണ്? സൂപ്പർ. അതല്ല ചോദിച്ചത്. അവള് പാവമാണോ ഭയങ്കരയാണോ? ഭയങ്കരം ആണല്ലേ. അതിനൊക്കെ എന്നെ കണ്ടു പഠിക്കണം. ഞാൻ എന്റെ 3 ഭാര്യമാരും 12 മക്കളോട്ട് ഞാൻ സുഖമായിട്ട് കഴിയുവാണല്ലോ. എത്ര മക്കള്? 12 മക്കള്. ഓ, സൈലന്റ് കില്ലർ. അതല്ല, ഇപ്പൊ 13ാമത്തേന് പ്രസവിക്കാൻ വേണ്ടി ആശുപത്രിയിലേക്ക് പോയേക്കുക. തന്നെ ഭാര്യക്ക് സുഖം തന്നെ. സൂഹിക്കാൻ വേണ്ടി അവള് പ്രവാസത്തിന് പോയതല്ല, പ്രസവത്തിന് പോയതാണ്. എനിക്ക് ആത്മഹത്യ ചെയ്യണോ? ഈ ചുമ്മാ കിടന്ന് ആത്മഹത്യയാണോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടാ. 12 ട്രെയിൻ എടുക്കൂടാ, പോടാ ഇറക്കാം അവിടുന്ന്. ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ട്രെയിനിന്റെ മുമ്പ് ചാടി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നീ ഭിത്തിയിൽ ചിരിച്ചോണ്ടിരിക്കും, അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകണല്ലോ. അയ്യോ അല്ല, സാറെന്താ ഇവിടെ? ഞാനാ പറഞ്ഞുതരാം. ടൂറിസ്റ്റുകൾ വരുമ്പോഴത്തെ കരിമ്പിൻ ജ്യൂസ് അടിച്ചു കൊടുക്കുന്നത് ഞാൻ ഇവിടെ നിന്നോണ്ട്. തന്നെ സാറേ, എനിക്കൊരു ഗ്ലാസ് തരുമോ? ഒറ്റ അടിച്ചിരിക്കും. ഞാൻ ഇവിടുത്തെ ഗേറ്റ് കീപ്പറാടാ പുല്ലേ. ഓ അതാണല്ലേ. അയ്യോ എനിക്ക് ആത്മഹത്യ ചെയ്യണം. ചുമ്മാ ആത്മഹത്യ എന്ന് പറയാതെ ഇറക്കാം. സാറേ ഒന്നാണ്. അതെ, ഈ പരശുറാം എക്സ്പ്രസ് ദൂരെ എന്ന് വരുമ്പോ തിരിച്ചറിയാൻ എന്തെങ്കിലും വഴിയുണ്ടാ? ഉണ്ട്. എന്താണ്? അതിന്റെ ഫ്രണ്ടിൽ ഇത്രയും നീളത്തിലുള്ള ഒരു മഴുവാണ്. അപ്പൊ അറിയാം അത് പരശുറാം എക്സ്പ്രസ് ആണ്. അപ്പൊ ജയന്തി ജനിതേ 2 സൈഡിൽ ജിമിക്കും കമ്മലും ഇട്ട് ചുമന്ന സാരിയും വട്ടപ്പൊട്ട് കശത്തി ഒരു പേഴ്സും ഇട്ട് പാളത്തിൽ കൂടെ ഇങ്ങനെ ആടിപ്പാടി വരെ ഇങ്ങനെ വരും. അല്ല സാറേ, ഈ കൊടി കാണിച്ച ട്രെയിൻ നിർത്തണം എങ്ങനെയാ സാറേ? എടാ, രാഷ്ട്രീയക്കാർ ഒരു കൊടി കാണിച്ചിട്ട് കേരളത്തിലെ ജനങ്ങളെ മൊത്തം നിർത്തുന്നു, പിന്നെയാണ് ഒരു ട്രെയിൻ. സാറേ എനിക്ക് ആത്മഹത്യ ചെയ്യണം. നീ ആത്മഹത്യയാണോ എന്ന് പറയുന്നതിന്റെ കാര്യം എന്തെന്ന് പറ. സാറേ, ഞാൻ മരിച്ചു കഴിഞ്ഞ് പ്രേതമായിട്ട് വന്ന അവളെ എനിക്ക് ഞെക്കി കൊല്ലണം. എടി, ആകാശമെങ്കിൽ അതൊക്കെ സിനിമയിലാണ്, ഇവിടെ ഒന്നും നടക്കൂല. അതിന് പറ്റിയൊരു പണി ഞാൻ പറഞ്ഞുതരാം. നീ ഇപ്പം ആത്മഹത്യ ചെയ്യുന്നു, നീ മരിച്ച ആകാശത്ത് ചെല്ലുന്നു. അപ്പോഴത്തേക്ക് നിന്റെ ഭാര്യ റോട്ടിലിറങ്ങി തെണ്ടുന്നു. തെണ്ടണം. നിന്റെ മക്കള് പാലിന് വേണ്ടി കേഴുന്നു. ഈ സമയത്ത് നീ കരയുമ്പോ നിന്റെ കണ്ണീര് മഴയായി താഴേക്ക് വീഴുന്നു. മുല്ലപ്പെരിയാർ നിറയുന്നു. കേരളവും തമിഴ്നാടും തമ്മിൽ അടിയാകുന്നു. തമിഴ്നാട് തിരിച്ച് പച്ചക്കറി തരാതായിരിക്കുന്നു. എന്റെ കേരളത്തെ പട്ടി നിർത്താൻ ഞാൻ സമ്മതിക്കത്തില്ലടാ. പറയട്ടെ, നീ എന്നെ കൊന്നാലും ഇതല്ലേ നടക്കണത്? ഞാൻ മരിച്ച ആകാശത്ത് ചെല്ലോ, എന്റെ ഭാര്യയും പിള്ളേരെ കഷ്ടപ്പാട് കണ്ട് ഞാൻ കരയോ? അപ്പൊ എന്റെ കണ്ണീര് മുല്ലപ്പെരിയാറി വീഴോ? അപ്പൊ ഡാം നിറയോ? കേരളം തമിഴ്നാട് തമ്മിൽ പ്രശ്നം ആവോ? ആഹാ, അപ്പൊ ആ പ്രശ്നം വെച്ച് കേരളം നിന്ന് കത്തുവല്ലേ? എടാ, എന്റെ കേരളത്തെ കത്തിക്കാൻ സമ്മതിക്കൂലടാ. രാമേന്ദ്രൻ പിള്ള വിട്. വിടൂലടാ. രാമേന്ദ്രൻ പിള്ള വിട്. വിടൂലടാ. എന്റെ സ്വർണ്ണ അരിഞ്ഞാണത്തിന്ന് വിട്. എങ്ങനെ? എന്റെ കറുത്ത ചരടിന്ന് വിട്. എന്റെ കേരളം. അയ്യോ, 12 ട്രെയിൻ പരിപാടി പോവാൻ നോക്കടാ. നിങ്ങൾ കുറെ നേരമായി 12:50 എന്ന് പറഞ്ഞല്ലേ? മണി 1:20. എവിടെ ട്രെയിൻ? ട്രെയിൻ എടുത്തല്ലോ. എവിടെന്ന്? മഹാരാഷ്ട്രയിൽ. 3 ദിവസം കഴിയുമ്പോ പാളത്തിൽ കൂടെ. 3 ദിവസം കഴിയുമ്പോ ഈ പാളത്തിൽ കൂടെ ട്രെയിനിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ ഇത്രയും വെപ്രാളപ്പെടുത്തിയത്? എന്റെ ഡ്യൂട്ടി അതെനിക്ക് ചെയ്തേ പറ്റൂ. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി.